റോയ്സൺ തൊടുപുഴ പോട്ടെ കൊണ്ടെടുക്കും. വണ്ടി വിളിക്കാൻ ടെൻഷൻ ഒന്നും വേണ്ട, ഫ്രീ ആയിട്ട് വണ്ടി വിളിക്കും. വണ്ടി വരുന്നുണ്ടെന്നൊക്കെ നോക്കിയിട്ട് വേണം പോകോട്ട് കേട്ടോ. നമ്മൾ ഓവർടേക്കാണ് റോഡിൻ്റെ വലതുവശത്തോടെയുള്ള ഓവർടേക്കാണ് കേട്ടോ. എല്ലാ സൈൻ ബോർഡും നോക്കി പോണേ. മീറ്ററിനുള്ളിൽ വണ്ടി എന്താ ചെയ്യണത്? ആക്സിഡൻറ്റ് വർക്ക് ഉണ്ടോ? ബ്രേക്ക് കല്ലുവിട്ട് ആ വണ്ടി എന്നാ കാണിക്കണം? 50 മീറ്ററിനുള്ളിൽ ഏത് വണ്ടി എന്താ ചെയ്യണമെന്നൊക്കെ നോക്കണം. 200 മീറ്റർ നമ്മൾ മുന്നോട്ട് നോക്കണം. 50 മീറ്റർ ഉള്ളിൽ എന്താ വണ്ടി എടുക്കുന്നുണ്ടെങ്കിൽ അതനുസരിച്ചുള്ള സ്പീഡിനെ പോകുള്ളൂ കേട്ടോ. ബ്രേക്കിൻ്റെ കാല് വന്നതുകൊണ്ടോ ആ വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്നൊക്കെ ആൾക്കാർ ചാടാൻ സാധ്യതയുണ്ട്. അത് തന്നെ ബ്രേക്ക് വന്ന് നോക്കി കുഴപ്പമില്ലെന്ന് പറഞ്ഞിട്ട് ആക്സിഡൻറ്റ് എടുത്തോളൂ. ഫുട്പാത്ത് കയറലുണ്ട്. പുറത്തോട്ട് എന്നെ കാണിക്കണ ഇൻഡിക്കേറ്റർ പോലെ ഇടാന്ന്. നമ്മളെ വലത്തറ തിരിയുമ്പോൾ പുറകോട്ട് നോക്കണം വണ്ടി വരുന്നുണ്ടോന്ന്. ഇൻഡിക്കേറ്റർ ഇട്ട് പുറയുന്ന വണ്ടി വരുന്ന ഉറപ്പ് വരുത്തിയിട്ട് വേണം നമ്മൾ റോഡ് മുറിച്ചെടുക്കാൻ കേട്ടോ. അവരൊന്നും ചെയ്തില്ല. അങ്ങനെ വരുമ്പോഴാണ് ഈ അപകടം പറ്റി നടക്കുന്നത്. എൻ്റെ ഓരോ ഇത് കുട്ടയിൽ ഇത് സൈൻ ബോർഡിൽ സ്പീഡും കിടക്കുന്നുണ്ട്, എല്ലാം കിടക്കുന്നുണ്ട്. അത് നോക്കി പോകണം കേട്ടോ. സർക്കാർ ഒരു 100-110 കിലോമീറ്റർ പൊക്കോളാനേ പറയും. അന്നേരം ഓടിച്ചെല്ലുമ്പോഴായിരിക്കും 30 കിലോമീറ്റർ സ്പീഡ് കിടക്കുന്നത്. അവത്തിലോട്ട് ചെന്ന് 40-50 കിലോമീറ്റർ സ്പീഡിന് കയറി കഴിയുമ്പോൾ ഫൈൻ വീട്ടിലോട്ട് വരും. നിയമം നമ്മൾ പാലിച്ച് ഓടിച്ചാൽ നിയമം നമ്മൾ രക്ഷിക്കുന്നൊക്കെ ചില ബോർഡ് എഴുതി വെച്ചിട്ടില്ലേ. ഇവിടെ എത്ര കിലോമീറ്റർ സ്പീഡിന് വണ്ടി വേണ്ടേ? 30. അപ്പോൾ ഏത് ഗിയറാ വേണ്ടേ? നമ്മൾ ബ്രേക്ക് അതൊക്കെ ചുമ്മാ കയറി വേണം.
എല്ലാം ബ്രേക്ക് കാല് വെച്ച് പോകണ്ടേ കേട്ടോ. കൂത്തലോളം പോണ വഴിയാ കേട്ടോ, കണ്ടാർന്ന് പോകണ്ടേ. ആ റൂട്ട് നമുക്ക് ആ അറിയാം. റോഡ് അത് എഴുതി വെച്ചിട്ടുണ്ട് കൂത്തലോളം എന്നൊക്കെ പറഞ്ഞോ. ഈ സ്ഥലത്തിന് പേരിന് ഇത് കൊല്ലാനി. ബ്രേക്ക് കാല് വന്നു കേട്ടോ. ഇത് ആ കിലോമീറ്റർ സ്പീഡ് അവിടെ 25. അപ്പോൾ ഏത് ഗിയർ ഇടണം? സെക്കൻഡ്. ആ ബ്രേക്കായിട്ട് സെക്കൻഡ് സ്പീഡ് പോവാ, ബ്രേക്കായിട്ട് സെക്കൻഡ് സ്പീഡ് പോവാ കേട്ടോ. അല്ല ഗച്ച് മാത്രം ചോട്ടെ പോരാ, ബ്രേക്ക് കാല് വരണം. നമ്മൾ നേരല്ലേ? ആ ബ്രേക്കായിട്ടില്ല, ബ്രേക്കായിട്ട് കേട്ടോ ഉണ്ടോ. ആ വണ്ടിയുടെ അകലം നോക്കുന്നുണ്ടോ? അകലം നോക്കിയിട്ട് വേണം പോകാൻ കേട്ടോ. അകലം നമ്മൾ ഡിസ്റ്റൻസ് എപ്പോഴും സുരക്ഷിതമായ അകലമാണ്, അല്ലാതെ ഈ അകലം സൂക്ഷിച്ച് ആ ആക്സിഡൻ്റ് ഒന്നും കൊടുക്കണ്ട, പയ്യൊക്കെ പോയാൽ മതി. വണ്ടികൾ പോയി തിരിഞ്ഞിട്ട് പോകും. അടുത്ത ദിവസം ചേർന്ന് കേട്ടോ. ഫസ്റ്റ് ഇടേണ്ട ആക്സിഡൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അപ്പം തന്നെ സെക്കൻഡ് കൊടുക്കണം. ചുമ്മാ കുത്തി വണ്ടി കൊടുക്കില്ല കേട്ടോ. ശരി. നിർത്തിക്കണ്ടോ കേട്ടോ, ബ്രേക്കായിട്ട് നിർത്തും. ഇവിടെ നിന്ന് നിർത്താൻ പറ്റി പാടുണ്ടോ? അങ്ങോട്ട് കയറ്റി നിർത്താം. നിർത്താം.